ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ പല തെയ്യങ്ങളുടെയും ഐതിഹ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു തെയ്യത്തിൻ്റെ ഐതിഹ്യം തന്നെ പറയാം. കണ്ടനാർ കേളൻ. പയ്യന്നൂർ തളിപ്പറമ്പ് ഭാഗങ്ങളിൽ പ്രധാനമായും കെട്ടിയാടുന്ന തെയ്യമാണ് കണ്ടനാർ കേളൻ തെയ്യം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 40 ദൈവങ്ങളും ഉറക്ക പൂങ്കുലം പറ്റ കണ്ടനാർ ദൈവവും ഉറക്ക ഉടയൊട്ട് കൂട്ടിനുടേ വയനാട്ടുമുലവനം. പയ്യന്നൂരിനടുത്ത് രാമന്തള്ളിയിലെ കുന്നൂരു എന്ന പ്രദേശത്തെ ഭൂപ്രഭുവായിരുന്ന തീയ സമുദായത്തിൽപ്പെട്ട മേലെടുത്ത് ചക്കി എന്ന സ്ത്രീക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിലെ പൂമ്പുലം എന്ന കാട്ടിൽ വച്ച് ഒരു ആൺകുഞ്ഞിനെ കളഞ്ഞു കിട്ടി. അവർ അവന് കേളൻ എന്ന് നാമകരണം ചെയ്തു. സ്വന്തം പുത്രനെ പോലെ വളർത്തി. ആരോഗ്യവാനായി വളർന്ന കേളൻ്റെ ബുദ്ധിയും വീര്യവും ആ അമ്മയിൽ സന്തോഷം വളർത്തി. അവൻ്റെ അധ്വാനശേഷി അവരുടെ കൃഷിയിടങ്ങളിൽ നല്ല വിളവ് കിട്ടാൻ അവരെ സഹായിച്ചു. ചക്കിയമ്മയുടെ അധീനതയിലായിരുന്ന കുന്നൂരു എന്ന പ്രദേശം കേളൻ്റെ മിടുക്കുകൊണ്ട് സമ്പൽ സമൃദ്ധിയിലായി. ഇതുപോലെ തൻ്റെ വയനാട്ടിലുള്ള സ്ഥലവും കൃഷിയോഗ്യമാക്കണം എന്ന് തോന്നിയ അവർ കേളനെ വിളിച്ച് കാര്യം പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് 4 കാടുകൾ, കേളൻ മുക്കുറ്റിക്കാട്, മൂവരിക്കുന്ന്, നല്ല തേങ്ങ, കരിമ്പനങ്കാട് ചേർന്ന് പൂമ്പുരം വെട്ടിത്തെളിക്കാൻ പണി ആയുധങ്ങളും തൻ്റെ വില്ലും ശരങ്ങളും എടുത്ത് കേളൻ പുറപ്പെട്ടു. പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന കള്ള് ആവോളം എടുത്ത് കുടിച്ചു. വഴിയിൽ വെച്ച് കുടിക്കാനായി ഒരു കുറ്റിക്കള്ള് കയ്യിൽ മറ്റൊന്ന് മാറാപ്പിലുമായി അവൻ യാത്ര തുടർന്നു. പൂമ്പുനത്തിൽ എത്തിയ കേളൻ 4 കാടും വെട്ടിത്തെളിച്ചു. 4ാമത്തെ പൂമ്പുനത്തിന് നടുവിൽ ഒരു നെല്ലിമരമുണ്ടായിരുന്നു. കേളൻ അതുമാത്രം വെട്ടിയിരുന്നില്ല. തുടർന്ന് കേളൻ പൂമ്പുനം 4 തീയിടാൻ ആരംഭിച്ചു. കാടിൻ്റെ 4 മൂലയിലും 4 കോണിലും തീയിട്ടു. അതിസാഹസ്യമായി അതിന് നടുവിൽ നിന്നും പുറത്തു ചാടി. 2 കാടുകളിൽ നിന്നും അങ്ങനെ പുറത്തു ചാടിയ അവന് പിന്നീട് അതൊരു രസമായി തോന്നി. 3ാം പൂമ്പുനവും കഴിഞ്ഞ് നെല്ലിമരം നിൽക്കുന്ന 4ാമത്തേതിൽ അവനെത്തി. 4ാമത്തേതിൽ തീയിട്ട് അഗ്നിയും വായും കോപിച്ചു. 8 ദിക്കിൽ നിന്നും തീ ആളിപ്പടർന്നു. കേളൻ ചാടാവുന്നതിനും ഉയരത്തിൽ. ഇനി നെല്ലിമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ട കേളൻ അതിനു മുകളിലേക്ക് ചാടിക്കയറി. ആ നെല്ലിമരത്തിന് മുകളിലായി കാളിയും കരാളിയും എന്നു പേരായ 2 നാഗങ്ങൾ വസിച്ചിരുന്നു. കേളനെ കണ്ട് 2 നാഗങ്ങളും മരണഭയം കൊണ്ട് കേളൻ്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി. കേളൻ അമ്മയെ വിളിച്ച് കരഞ്ഞു. നാഗങ്ങൾ കേളൻ്റെ ഇടതുമാറിലും വലതുമാറിലും ആഞ്ഞു കൊത്തി. കേളനും നാഗങ്ങളും അഗ്നിയിലേക്ക് വീണു. അവരെ അഗ്നി വിഴുങ്ങി അവർ ചാരമായി. തൻ്റെ പതിവ് നായാട്ടു കഴിഞ്ഞ് അതുവഴി വന്ന വയനാട്ടുമുലവൻ മാറിൽ 2 നാഗങ്ങളുമായി വെണ്ണീരായി കിടക്കുന്ന കേളനെ കണ്ടു. ദേവൻ തൻ്റെ പിൻകാല് കൊണ്ട് വെണ്ണീരിലടിച്ചു. ദേവൻ്റെ പിൻകാല് പിടിച്ച് കേളൻ എഴുന്നേറ്റി. മാറിൽ 2 നാഗങ്ങളുമായി പുനർജനിച്ച കേളൻ ദൈവക്കരുവായി മാറി. വയനാട്ടുമുലവൻ കേളനെ അനുഗ്രഹിച്ചു. ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കേളൻ എന്ന് പ്രശസ്തനാണ്. എന്നും തൻ്റെ ഇടതുഭാഗത്ത് ഇരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ ഏത് തെയ്യത്തിൻ്റെ ഐതിഹ്യമാണെന്ന് നിങ്ങൾ കമൻ്റ് ഇടുക. ഓക്കെ, ബൈ.